മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 9-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 58 വേഴ്സ് 9. അവിടെ ഇങ്ങനെ പറയുകയാണ്: നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം അരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. തീർച്ചയായിട്ടും നമ്മുടെ വിളികൾ ദൈവം കേൾക്കും, യാതൊരു സംശയവുമില്ല. നെപ്പോളിയൻ ചക്രവർത്തിയെ കാണാൻ ഒരിക്കൽ ഒരു സ്ത്രീ വന്നു. എങ്ങനെയെങ്കിലും വധശിക്ഷയിൽ നിന്ന് തന്റെ മകനെ രക്ഷിക്കണമെന്നുള്ളതായിരുന്നു ആ സാധു സ്ത്രീയുടെ ആവശ്യം. പ്രതിയെക്കുറിച്ച് വളരെയേറെ ദുരാരോപണങ്ങൾ കേട്ടിരുന്ന ചക്രവർത്തി അയാളുടെ വധശിക്ഷ ഇളവ് ചെയ്യാൻ ഒട്ടും തയ്യാറായില്ല. രോഷാകുലനായ ചക്രവർത്തി പറഞ്ഞു: 2ാം തവണയാണ് നിങ്ങളുടെ മകൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നത്. നീതി അനുസരിച്ച് അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ആ സ്ത്രീ കണ്ണീരോടെ തുടർന്നു: നീതിയല്ല പ്രഭു, ഞാൻ ആവശ്യപ്പെടുന്നത് കരുണയാണ്. ചക്രവർത്തിയുടെ സ്വരം എന്നിട്ടും മൃദുവായില്ല. അദ്ദേഹം മയം വരാത്ത സ്വരത്തിൽ പ്രതിവചിച്ചു: നിങ്ങളുടെ മകന് എങ്ങനെ കരുണ നൽകും? ശരിയാണ് പ്രഭു. അവൾ കൈകൂപ്പി നിലവിളിച്ചു തുടർന്നു: നിശ്ചയമായും അങ്ങയുടെ അഭിപ്രായം ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മകന് ശിക്ഷ ഇളവ് അർഹതയുള്ളതായിരുന്നെങ്കിൽ അത് അങ്ങയുടെ കരുണയാകുന്നത് എങ്ങനെ? ഞാൻ അങ്ങയോട് കെഞ്ചുന്നത് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി മാത്രമാണ്. ആ അമ്മയുടെ മടുപ്പ് കൂടാതെയുള്ള യാചന ചക്രവർത്തിയുടെ മനസ്സലിയിച്ചു. അവരുടെ മകനെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു. മറ്റുള്ളവർക്ക് നൽകുന്ന ധനമാണ് നാം എന്നേക്കും സൂക്ഷിച്ചു വയ്ക്കുന്ന സമ്പത്ത്. കരുണയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.